വളർത്തമ്മയുടെ മകളെ ശല്യം ചെയ്തെന്നാരോപിച്ച് താനെ മുംബ്രയിൽ 3 യുവാക്കൾക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊൽക്കത്തയിൽ വെച്ച് 9-ാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജയനെ ഈ യുവതിയുടെ കുടുംബമാണ് ദത്തെടുത്ത് വളർത്തിയത്. കുടുംബത്തോടുള്ള അമിതമായ സ്നേഹവും സംരക്ഷണ മനോഭാവവുമാണ് ഇയാളെ ഇത്തരത്തിലൊരു കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് കരുതുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച നാടൻ തോക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്ത് അതിർത്തിക്ക് അടുത്തുള്ള വിജനമായ സ്ഥലത്തു നിന്നാണ് തനിക്ക് ഈ തോക്ക് കിട്ടിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി താനെ മേഖലയിൽ തുടർച്ചയായുണ്ടാകുന്ന വെടിവെപ്പ് സംഭവങ്ങൾ വലിയ ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റീൽ താരം ബാബ ഖാൻ ഉൾപ്പെട്ട സംഘം പോലീസിന് നേരെ വെടിയുതിർത്തതും പാഷ്പഖാഡിയിലുണ്ടായ മറ്റൊരു വെടിവെപ്പും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. 1 മാസത്തിനിടെ 3 വെടിവെപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ താനെയിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. മുംബൈ പോലീസ് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. സ്കൂളിലെ കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന വളർത്തു സഹോദരിയെ യുവാക്കൾ ശല്യം ചെയ്തതാണ് ജയനെ പ്രകോപിപ്പിച്ചത്. സ്കൂൾ വളപ്പിലെ വാഴ വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് യുവാക്കളും യുവതിയും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. തന്നെ യുവാക്കൾ അപമാനിച്ച വിവരം യുവതി ജയനെ അറിയിച്ചതോടെ ഇയാൾ തോക്കുമായി സ്ഥലത്തെത്തുകയായിരുന്നു. ഏകദേശം 5 റൗണ്ട് വെടിയുതിർത്തതായിട്ടാണ് പ്രാഥമിക വിവരം. വെടിവെപ്പിന് ശേഷം ജയനെ പോലീസ് പിടികൂടി തോക്ക് കണ്ടെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ചെറുപ്പത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജയനെ ഈ യുവതിയുടെ കുടുംബം ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. സഹോദരിയോടുള്ള അമിതമായ സംരക്ഷണ മനോഭാവമാണ് മുൻ സൈനികൻ കൂടിയായ ഇയാളെ നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിച്ചത്. മുംബ്ര കൈലാസ് നഗറിലെ സുമതിബായി ചവാൻ ഹിന്ദി പ്രൈമറി സ്കൂളിന് സമീപം വ്യാഴാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം. സംഭവത്തിൽ പ്രതിയായ ജയൻ ശിവാനന്ദൻ നായരെ മുംബ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. വെടിയേറ്റവരിൽ അക്ബർ അബ്ദുൾ ഷെയ്ഖ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന വിവരം. പരിക്കേറ്റ മറ്റു 2 പേരുടെ നില നിലവിൽ തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ വളപ്പിലെ വാഴ വെട്ടുന്നതിനെ ചൊല്ലിയുണ്ടായ ചെറിയൊരു തർക്കമാണ് ഇത്തരത്തിൽ വലിയ ദുരന്തത്തിൽ കലാശിച്ചത് എന്ന് പറയുന്നുണ്ട്. സ്കൂളിലെ കെയർ ടേക്കറായ യുവതിയും 3 യുവാക്കളും തമ്മിൽ ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. ഈ സമയത്ത് യുവാക്കൾ തന്നെ ശല്യം ചെയ്തതായി യുവതി ജയനോട് പരാതിപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ജയൻ കയ്യിലുണ്ടായിരുന്ന നാടൻ തോക്കെടുത്ത് യുവാക്കൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് മുംബ്ര സീനിയർ ഇൻസ്പെക്ടർ അനിൽ ഷിൻഡെ പറഞ്ഞു. 1 മാസത്തിനിടെ 3 വെടിവെപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ താനെയിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. മുംബ്ര പോലീസ് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെടിവെപ്പ് സംഭവങ്ങൾ പതിവാകുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. റീൽ താരം ബാബ ഖാൻ ഉൾപ്പെട്ട സംഘം പോലീസിനെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ പുതിയ കൊലപാതകം.